അരുൺകുമാർ, ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എന്താണ് മറുപടി? പ്രത്യേകിച്ച് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പ്രകടന പത്രികയൊക്കെ UDF മുന്നോട്ട് വെച്ചു, അതാണ് ജനങ്ങൾ കേട്ടത് എന്ന ഒരു അവകാശവാദം ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എൻ ശ്രീകുമാർ, താങ്കൾക്ക് പറയാം. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചില പ്രത്യേക പ്രതീതികൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടലാണ്. ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് ഏതെങ്കിലും ബദൽ നിർദ്ദേശങ്ങളോ അതുപോലെ തന്നെ പശ്ചാത്തല വികസന രംഗത്ത് നടക്കുന്ന വിപ്ലവകരമായ പുരോഗതി, ആ പുരോഗതി ഇങ്ങനെ പോരാ, ഞങ്ങൾ വന്നാൽ മറ്റു രൂപത്തിൽ ചെയ്യും എന്നോ ഒരു തരത്തിലുള്ള ഒരു ബദലും ഇതുവരെ UDF മുന്നോട്ട് വച്ചിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും, ഞങ്ങൾ UDF അധികാരത്തിൽ വന്നാൽ പൊതുവിദ്യാഭ്യാസ യജ്ഞം അവസാനിപ്പിക്കും, ഞങ്ങൾ UDF അധികാരത്തിൽ വന്നാൽ ആദ്രം പദ്ധതി അവസാനിപ്പിക്കും, കേരള ബാങ്ക് പിരിച്ചുവിടും എന്നതുൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാതൃകാപരമായി ആദ്യത്തെ 5 വർഷം നടപ്പാക്കിയ വിവിധ മേഖലകളിലെ വികസന പ്രവർത്തനങ്ങളെ തകർക്കുന്ന നിർദ്ദേശമാണ് UDF മുന്നോട്ട് വച്ചത്. ബഹുമാനപ്പെട്ട UDFിൻ്റെ കൺവീനർ തന്നെ, അന്ന് MM ഹസൻ തന്നെ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചതാണ് ഇതെല്ലാം. എന്നിട്ട് എന്താ ജനങ്ങൾ തീരുമാനിച്ചത്? നിങ്ങൾ അധികാരത്തിൽ വരേണ്ട, നിങ്ങൾ ആജീവനാന്ത പ്രതിപക്ഷമായിട്ട് തന്നെ ഇരുന്നോളാൻ പറഞ്ഞ് ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച കൊടുത്തു. അതിനുശേഷം നമ്മൾ കണ്ടു തുരങ്കപാത, ഞങ്ങൾ അനുവദിക്കില്ല, തുരങ്കപാത ഒരിക്കലും തുരങ്കപാതയുടെ പണി ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ദേശീയപാത ഏതെങ്കിലും സ്ട്രക്ചർ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാമെന്ന് പിണറായി വിജയൻ കരുതേണ്ട എന്ന് പ്രസംഗിച്ചത് ശ്രീ VD സതീശനും K മുരളീധരനുമാണ്. അതുപോലെ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പദ്ധതി നിർത്തിവച്ചുകൊണ്ട് ചർച്ച ആരംഭിക്കണം, ഒരിക്കലും ഈ പദ്ധതി പൂർത്തീകരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് VD സതീശൻ നടത്തിയ ആ പ്രസംഗം, പത്രസമ്മേളനമെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ലൈവാണ്. അന്ന് ഒരു പുരോഹിതൻ പറഞ്ഞു, മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ ഞങ്ങൾ കണ്ണൂരിന് കെട്ടിക്കും, ഈ പദ്ധതിയൊക്കെ ഇവിടെ നിർത്തിക്കും എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതിയുടെ ഒന്നാമത്തെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാത്ത, അന്ന് കപ്പൽ പോയിട്ടൊരു ബോട്ട് പോലും വിഴിഞ്ഞത്ത് അടുക്കില്ല എന്ന് പ്രസംഗിച്ച VD സതീശൻ ഇന്നലെ 2ാം ഘട്ട പ്രവർത്തന ഉദ്ഘാടനത്തിൻ്റെ മുൻനിരയിൽ വന്ന് ആ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ തന്നെ പറഞ്ഞത് പലതും മാറ്റി പറയേണ്ടി വരുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. ഇത് ഇടതുപക്ഷത്തിൻ്റെ വികസന അജണ്ടയ്ക്ക്, പശ്ചാത്തല വികസന രംഗത്തെ ഏറ്റവും ശക്തമായ ഇടപെടലിന്, സാമൂഹ്യ ക്ഷേമരംഗത്ത് മുഴുവൻ ജനങ്ങളെയും നെഞ്ചോട് ചേർത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾക്ക് ജനം കൊടുക്കുന്ന അംഗീകാരം ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നത് നമ്മൾ കാണുകയാണ്. പിന്നെ ഇപ്പോൾ എല്ലാ താരതമ്യപ്പെടുത്തലും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. 1.5 വർഷം മുമ്പ് ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റിൽ UDFും 1 സീറ്റിൽ LDFും 1 സീറ്റിൽ NDAയും വിജയിച്ചു. വോട്ടിംഗ് ശതമാനമെല്ലാം നമുക്കറിയാം, 33% മാത്രമാണ് LDFിന് വോട്ട് കിട്ടിയത്. കൃത്യമായി 45.4% വോട്ട് UDFിന് കിട്ടി. LDFും UDFും തമ്മിൽ 13% വോട്ടിൻ്റെ വ്യത്യാസമുണ്ടായിരുന്നു. 110 നിയമസഭാ മണ്ഡലങ്ങളിലാണ് UDF ലീഡ് ചെയ്തത്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ജില്ലാ പഞ്ചായത്തിലെ പൊളിറ്റിക്കൽ വോട്ടിൻ്റെ ശരാശരിയും ശതമാനവും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, 110 നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്ത UDF അത് 81ലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. വെറും 19 നിയമസഭാ മണ്ഡലത്തിൽ ലീഡ് ചെയ്ത LDF 19ൽ നിന്ന് അത് 57ആക്കി ഉയർത്തിയിരിക്കുന്നു. 11 നിയമസഭാ മണ്ഡലത്തിൽ ലീഡ് ചെയ്ത NDA വെറും 2 സീറ്റിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. LDFും UDFും തമ്മിലുള്ള വോട്ടിംഗ് ശതമാനമൊക്കെ എടുത്തു പരിശോധിച്ചാൽ 14% വ്യത്യാസമുണ്ടായിരുന്നത് ഇപ്പോൾ കേവലം 6%, 4% കുറഞ്ഞിരിക്കുന്നു. 33.6% നിന്ന് LDFിൻ്റെ വോട്ട് ശതമാനം 6.37% കൂടി 39.97, അതായത് 40% വോട്ടായി മാറി. UDFിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കിട്ടിയ 45%-ൽ നിന്ന് 2.5% കുറഞ്ഞിരിക്കുന്നു. അതുപോലെ BJPക്ക് 3.5% വോട്ട് കുറഞ്ഞിരിക്കുന്നു. ആകെ LDFും UDFും തമ്മിലുള്ള വോട്ടിംഗ് ശതമാനത്തിന്റെ വ്യത്യാസം ഒരു 6.5 ലക്ഷം വോട്ട് മാത്രമാണ്. അതിൽ 5,93,000 വോട്ട് വ്യത്യാസം മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയും എറണാകുളം ജില്ലയും മാറ്റിവെച്ചാൽ വോട്ടിംഗ് ശതമാനത്തിലെല്ലാം LDF തന്നെയാണ് മുന്നിൽ. അതുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായിട്ട് ഞങ്ങൾക്ക് നേട്ടമുണ്ടായി, അതുകൊണ്ട് ഞങ്ങളിതാ വലിയ നേട്ടം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് ഇപ്പോൾ ചാനൽ ചർച്ചകളിലൊക്കെ പറയുന്ന താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം ഞാൻ കൊണ്ടുവരട്ടെ. കനകോലു ആ വലിയ സമ്മേളനം, കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരുടെ സമ്മേളനം അങ്ങ് മാനന്തവാടിയിൽ വിളിച്ചുകൂട്ടിയല്ലോ, വയനാട്ടിൽ വെച്ച് വിളിച്ചുകൂട്ടിയപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു തരത്തിലും ഇടതുപക്ഷത്തിന്റെ വോട്ട് സ്ട്രക്ചറിന് ഒരു വിഘാതവും വന്നിട്ടില്ല.
ഒരു ഭരണവിരുദ്ധ വികാരവും ഈ കേരളത്തിലില്ല. അതുണ്ട് എന്ന് വെച്ച് അഹങ്കാരത്തിന്റെ ആൾരൂപമായിട്ട് UDF മാറിക്കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി, ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും എന്ന് ആ യോഗത്തെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചത് കനകോല് തന്നെയാണ്. അതുകൊണ്ട് യാഥാർത്ഥ്യം പലർക്കും മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീതി നിർമ്മാണത്തിനും ഞങ്ങൾ പോകുന്നില്ല. നിങ്ങൾ വലിയ വിസ്മയത്തിന്റെ മുദ്രാവാക്യം വെച്ചു, പലരെയും അടർത്തിയെടുക്കാൻ ശ്രമം നടത്തി. മാണി കോൺഗ്രസ് ഡേ പോന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ വാർത്തകൾ കൊടുത്തു. അവസാനം മാണി കോൺഗ്രസിന്റെ നേതാവ് ജോസ് കെ മാണി വന്ന് പറഞ്ഞു, ഞങ്ങളെ ചവിട്ടി പുറത്താക്കി. ആ സമയത്ത് ഞങ്ങൾക്ക് അഭയം തന്നത് LDF ആണ്. അതുകൊണ്ട് 5 വർഷം കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിയല്ല ഞങ്ങളുടേത്. ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളും ഞങ്ങൾ ഉയർത്തിയതിൽ LDF ശരിയായ നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ട് ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ LDF-നാണെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോ UDF-ന്റെ നേതാക്കന്മാർ തന്നെ പറയുന്നു, സോണിയാഗാന്ധി വിളിച്ചു, ചർച്ച നടത്തി എന്നൊക്കെ പറഞ്ഞത് കള്ളമാണ്, അങ്ങനെ ഒന്നും നടന്നില്ലെന്ന്. അതുകൊണ്ട് ഒരു വിസ്മയവും സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. ഒരു തരത്തിലുള്ള നിങ്ങൾ ഉന്നയിച്ച ആരോപണവും വിജയിക്കുന്ന സാഹചര്യമില്ല. നിങ്ങൾ ഉയർത്തിയ പല പിൻവലിച്ചു പോകേണ്ടി വന്നു. ശബരിമല എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയമുണ്ടാകുന്ന സാഹചര്യം ഉയർന്നു വന്നു. അതുകൊണ്ട് നുണപ്രചരണങ്ങളും അപകീർത്തിയുടെ പുറകെ പോകലും പ്രതീതി നിർമ്മാണവും എല്ലാം നിങ്ങൾ തുടരുക. ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് ഓരോന്നായി പാലിച്ച് പൂർത്തീകരിക്കും. അതുപോലെ പശ്ചാത്തല വികസന രംഗത്ത് ഞങ്ങൾ നടത്തിയ ആ വിപ്ലവകരമായ ഇടപെടൽ തുടരും, പൂർത്തീകരിക്കും. അതുപോലെ ക്ഷേമ പദ്ധതികൾ കൂടുതൽ ഞങ്ങൾ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. വൻകിട വികസന പ്രവർത്തനങ്ങളെല്ലാം ലോകത്തിന് മാതൃകയായി വികസിത രാജ്യങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്ന തരത്തിൽ ഞങ്ങൾ പൂർത്തീകരിക്കും. അത് പൂർത്തീകരിക്കുന്നു എന്നത് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് ജനം ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കും. ചരിത്ര വിജയം ഞങ്ങൾ ആവർത്തിക്കുക തന്നെ ചെയ്യും. ശരി, ഞാൻ വരാം അഡ്വക്കേറ്റ് അരുൺകുമാർ.